നമ്മൾ ഏത് വിദ്യാലയത്തിലായിരുന്നാലും ഇനി നമുക്കറിയാം, നമ്മുടെ പല കുട്ടികളും 10ാം ക്ലാസ് പാസ്സായി, ഇനി +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് ചില കുട്ടികൾ ഡിഗ്രിക്കും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ ആയിട്ട് പോവുകയാണ്. സാറ ഇനി അടുത്ത ആഴ്ച അതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പോയിട്ട് BSc ഫിസിക്സിന് അഡ്മിഷൻ എടുക്കുവാനായിട്ടിരുന്നു. ഞങ്ങൾ വലിയ ആഗ്രഹിച്ചൊരു കാര്യമാണ്. കാരണം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എടുക്കാനൊരു കാരണം ഉണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം. അവൻ പറഞ്ഞല്ലോ അവൻ ആർമിയിൽ ജോലി നേടണമെന്നുള്ളതാണ് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള കാരണം. ഒരുപാട് കോളേജിൽ അഡ്മിഷൻ കൊടുത്തിരുന്നു. ആദ്യം കിട്ടിയത് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. അത് കഴിഞ്ഞ് ഇന്നലെ തിരുവല്ല മത്തമ്മ കോളേജിൽ നിന്ന് വിളിച്ചു ഇതേ വിഷയത്തിന് തന്നെ. പക്ഷേ സെന്റ് ആൽബർട്ട്സ് കോളേജ് ചോദിച്ചാൽ മാതാപിതാക്കളോട് ശ്രദ്ധിക്കണം. കുട്ടികളുടെ ആഗ്രഹം മാത്രം പോരാ, നമുക്കും ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് മാത്രം ലക്ഷ്യം ഉണ്ടായപ്പോൾ പിന്നെ എന്താവണം? മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ഒരു പ്രാഥമികമായ അറിവ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ആ ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. അപ്പോ അവന്റെ ആഗ്രഹവും അതുപോലെ തന്നെ എന്റെ ഹൃദയത്തിലൊരു താല്പര്യവും ഒക്കെ കൊണ്ടാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാം. അവന് +1+2 പഠിച്ചത് NRCT SMBHSS-ലാണ്. ഇടുക്കി ജില്ലയിൽ ഒരേ ഒരു സ്കൂളിൽ മാത്രമേ ഉള്ളൂ എയർഫോഴ്സിന്റെ NCC വിങ് ഉള്ളത്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ. സാധാരണഗതിയിൽ അവര് ഈ ഇടുക്കിയിലേക്കൊന്നും അവർ വരാറില്ല. എയർഫോഴ്സിന്റെ വിങ് ഉള്ളത് തിരുവനന്തപുരത്തും ഈ അടുത്ത കാലത്ത് എറണാകുളത്തും തുടങ്ങി. കോഴിക്കോട് പോലുമില്ല. തൃശ്ശൂർ, കോഴിക്കോട് പോലുള്ള വലിയ സിറ്റികളിൽ പോലും അവിടെയുള്ള വിദ്യാലയങ്ങളിലോ അവിടെയുള്ള കോളേജുകളിലൊന്നും എയർഫോഴ്സിന്റെ ഇല്ല, ആർമിയുടെ ഉണ്ട്. ഇവിടേക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പല സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ആർമിയുടെ NCC വിങ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 15 വർഷം NCC ഓഫീസറായിരുന്നു. അപ്പൊ അതിന്റെ വഴികളൊക്കെ എനിക്കറിയാം. അപ്പൊ ആർമിയാണ്. പക്ഷേ ഈ NRCT സ്കൂളിൽ എയർഫോഴ്സിന്റെ ഒരു വിങ് ഉണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധയിൽ ഇവനെ അവിടെ പഠിക്കാനായിട്ട് വിടുമ്പോ ടീച്ചർ അവിടെയാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, NRCT-ലാണ്. അപ്പോൾ ടീച്ചറിന്റെ ഒരു ശ്രദ്ധയും കൂടി അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആശിഷിനെ അങ്ങോട്ട് വിട്ടത്. NRCT ഞാൻ ജോലി ചെയ്യുന്നത് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നെങ്കിലും NRCT-യിലേക്ക് വിടാനുള്ള കാരണം ടീച്ചർ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ പെൻഷനാകുകയും ചെയ്തു. അപ്പോൾ ഒരു ശ്രദ്ധ അവന്റെ മേൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ അങ്ങോട്ട് വിട്ടത്. അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്ത് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ആശിഷ് പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. സത്യത്തിൽ അത്രയും വർഷം ഞാൻ അവിടെ ജോലി ചെയ്തെങ്കിലും തൊട്ടടുത്ത സ്കൂളിൽ ഈ എയർഫോഴ്സിന്റെ NCC തുടങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മോൻ ഒരു ദിവസം വന്നിട്ടെന്ന് പറഞ്ഞു, പപ്പ അവിടെ എയർഫോഴ്സിന്റെ NCC ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രിൻസിപ്പലിനെ എനിക്കറിയാം, അവിടുത്തെ ഹെഡ്മാസ്റ്ററൊക്കെ എനിക്കറിയാം. ഞാൻ ഫോൺ വിളിച്ചു, സാറേ എനിക്ക് NCCയുടെ ജാനുള്ള സാറിന്റെ നമ്പർ എനിക്ക് തന്നു പറഞ്ഞു. ആ സാറിന്റെ നമ്പർ മേടിച്ചു. ഞാൻ വിളിച്ചപ്പോൾ ആ സാറിന്റെ നമ്പർ എനിക്ക് വേണ്ടി എന്റെ ഫോണിൽ സേവ് ചെയ്ത് കിടപ്പുണ്ട്. ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ മോന് എയർഫോഴ്സിന്റെ ഒരു NCCയിൽ അവനും കൂടെ ഒരു എൻറോൾമെന്റ് കിട്ടിയപ്പോഴാണ്. സാറേ ഞങ്ങൾ നോക്കാൻ ഞാനല്ല സെലക്ട് ചെയ്യുന്നത്, എറണാകുളത്തുനിന്ന് അല്ലെ തിരുവനന്തപുരത്തുനിന്ന് എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയും. ഭാഗ്യവശാല് അവർ വന്ന് സെലക്ഷൻ നടത്തി കുറെ കുട്ടികൾ എയർഫോഴ്സിൽ ചേരാൻ വേണ്ടി NCC ചേരാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോ ഇവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കി ഇവരെ ഓടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത ശേഷം ഇവരുടെ പേഴ്സണലായിട്ട് ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ മോനോട് ചോദിച്ചു, ഓരോ അവന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഫാദർ അപ്പം അവൻ എന്തായാലും അവൻ അങ്ങനെ തോന്നിയത് നല്ല കാര്യം. അവൻ പറഞ്ഞു, പപ്പ NCC ഓഫീസറാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അവർക്ക് അതൊരു സ്റ്റിക്കായി. കാരണം ഞാൻ NCC ഓഫീസറാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിഗണനയുണ്ട്. കാരണം ഞങ്ങള് ശമ്പളമില്ലാതെ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടല്ല NCC ഓഫീസറാണ്. അതൊരു സേവനം നിലയിലാണ് NCC ഓഫീസറായിട്ട് ജോലി ചെയ്തത്. അപ്പൊ എന്തായാലും അതൊരു പരിഗണനയായി അവന് സെലക്ഷൻ കിട്ടി. ആകെ 15 കുട്ടികൾക്കാണ് സെലക്ഷൻ ഉണ്ടായത്. അത് ഒന്നിക്കലായിരുന്നു. അപ്പൊ അവന് NCC കിട്ടി. അവൻ NCC B സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോ B സർട്ടിഫിക്കറ്റ് അവനുണ്ട്. എന്റെ സ്കൂളിൽ ഞാൻ NCC വരുന്ന സമയത്ത് അവനെ NCC അതുണ്ട്. അവന് 8-9 ക്ലാസ്സുകളിൽ NCC ഉണ്ടായിരുന്നു. അവന് അവിടുത്തെ A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം NRCT സ്കൂളിൽ പഠിച്ചപ്പോൾ അവന് B സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു C സർട്ടിഫിക്കറ്റ് NCCക്ക് ഉണ്ട്, C സർട്ടിഫിക്കറ്റ് ആണ്. ആ C സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാൽ നിങ്ങൾ എല്ലാവരും രക്ഷിതാക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. C സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടിക്ക് ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലൊക്കെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റും ഇന്റർവ്യൂ ഒന്നുമില്ല. ഇന്റർവ്യൂ ഒന്നുമില്ല. ഹൈറ്റും വെയിറ്റും അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് C സർട്ടിഫിക്കറ്റ്. ഈ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അവനെ സെന്റ് ആൽബർട്ട്സിൽ കൊണ്ട് ചേർത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എറണാകുളത്ത് 3 കോളേജിൽ മാത്രമേ
എയർഫോഴ്സിന്റെ വിങ്ങുള്ളൂ. അതൊന്ന് മഹാരാജാസ് കോളേജ്, 2 SH കോളേജ് തേവര, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, 3ാമത് സെന്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളം. ഈ 3 കോളേജിൽ മാത്രമേ NCCയുടെ എയർഫോഴ്സിന്റെ ഉള്ളൂ. നമ്മുടെ ധന്യ ആന്റി ജോലി ചെയ്യുന്ന കോതമംഗലം MA കോളേജിൽ NCC ഉണ്ട്. അവിടുത്തെ NCC ഓഫീസർ, അവിടുത്തെ വൈസ് പ്രസിഡന്റ് സുഹൃത്താണ്, ഞങ്ങളെപ്പോഴും വിളിക്കാറുണ്ട്, ഡോക്ടർ ABP വർഗീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടുത്തെ NCC ഇപ്പൊ അദ്ദേഹം വന്ന ചാർജ് കൈമാറി. ഞാൻ പറഞ്ഞു അവിടെ എല്ലാം ആർമി ഉള്ളൂ, പക്ഷേ നേവി ഒന്നും അറിയില്ല, എയർഫോഴ്സില്ല. അപ്പോ ഈ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞത് എന്തിനാ പരസ്പരം വിശദമായി പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾക്ക് അവരെ അവിടേക്ക് എത്തിക്കാനുള്ള മാർഗം എന്താണെന്നും കൂടെ നമ്മൾ മാതാപിതാക്കളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനൊരു അങ്ങനെ ഒരു ചാർജ്യമുണ്ട്. ഞാൻ അവിടുത്തെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന്റെ അവിടെ ഞങ്ങൾ അഡ്മിഷന് പോയ സമയത്ത് അവിടുത്തെ ആർമി ഓഫീസറുടെ നമ്പർ കൂടെ ഞാൻ മേടിച്ചു. ഞാൻ ഇതുവരെ വിളിച്ചില്ല. സാബു എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാറാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ സാറിനായിട്ട് നമ്പർ മേടിച്ചു തന്നു. അപ്പൊ ഇനി അടുത്ത ദിവസങ്ങൾക്ക് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ ആ സാറിനെ വിളിച്ച് ഇവന്റെ NCCയിലുള്ള എൻറോൾമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ഇവനൊരു പരിഗണന ഉണ്ടെന്ന് വെച്ചാൽ NCCയുടെ B സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഇവന്റെ കയ്യിലുള്ളതുകൊണ്ട് ഇവന് ഇനി അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, എൻറോൾമെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനി ഒറ്റ വർഷം കൂടെ പഠിച്ചാൽ മതി. ആശിച്ച് ഒറ്റ വർഷം കൂടെ പഠിച്ചാൽ C സർട്ടിഫിക്കറ്റ് പാസ്സാവും. C സർട്ടിഫിക്കറ്റ് പാസ്സായാൽ അവൻ പരിശ്രമിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 20 വയസ്സിനുള്ളിൽ അവൻ എയർഫോഴ്സിൽ അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ അവന്റെ മുൻപിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ലക്ഷ്യം ഉണ്ടാകണമെന്നാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഭൂരിപക്ഷം പേര് പറഞ്ഞത്, നമ്മുടെ ഇരിക്കുന്ന കുട്ടികളിൽ ഭൂരിപക്ഷം പേര് പറഞ്ഞത് അവർക്ക് ഡോക്ടർ ആകണമെന്നുള്ളതാണ്. ചില കുട്ടികൾ ടീച്ചർ ആകണം എന്ന് പറഞ്ഞവരുണ്ട്, 2-3 പേര് ടീച്ചർ ആകണം എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ടീച്ചർ ആകാനായിട്ട് എന്ത് ചെയ്യണം, ഡോക്ടർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ആദ്യമായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ പഠിക്കുന്ന ക്ലാസ്സുകളിൽ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ചിലർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞത്, ഒരാൾ പൈലറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരാൾ പൈലറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ആകണമെങ്കിൽ, എഞ്ചിനീയർ ആകണമെങ്കിൽ, പൈലറ്റ് ആകണമെങ്കിൽ, ടീച്ചർ ആകണമെങ്കിൽ, അഡ്വക്കേറ്റ് ആകണമെങ്കിൽ, IAS കാരനോ IPS കാരനോ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്ന്ന ക്ലാസ് മുതൽ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് 1ാം ക്ലാസ് മുതൽ കുട്ടികൾ ഒരു അടുക്കും ചിട്ടയോടും കൂടി പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും 30 വർഷത്തെ അധ്യാപക ജീവിതം എനിക്കുണ്ട്. വളരെ ചെറുപ്പത്തിൽ അധ്യാപകനായ ആളാണ്. പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പാലക്കോളേജിലേക്ക് പഠിപ്പിക്കാനായി പോയി. പിന്നീട് ഗവൺമെന്റ് സർവീസിൽ കയറി. അപ്പൊ അങ്ങനെ 30 വർഷത്തെ അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപന ജീവിതമുണ്ട്. പാസ് പറഞ്ഞ പോലെ ആയിരക്കണക്കിന് കുട്ടികളെ കേരളത്തിന്റെ പല ഭാഗത്ത്, അതായത് എറണാകുളം ജില്ലയില്, തൃശ്ശൂർ ജില്ലയില്, ഇടുക്കി ജില്ലയിലായിട്ട് ഒരുപാട് സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ധാരാളം കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ കാണുവാനും പരിചയപ്പെടുവാനും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നും പല സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ കുട്ടികൾ ഓടി വന്ന് പരിചയപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവരുടെ രൂപമൊക്കെ മാറിപ്പോയി, അവർ മീശയുടെ അടിയൊക്കെ വെച്ച് വലിയ കുട്ടികളായി നമുക്ക് അവർ തിരിച്ചാൻ പറ്റും. അവർക്ക് നമ്മളെ അറിയാം, കാരണം ഓടി വരും. സാറേ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാജാക്കാട് നിന്നപ്പോ ഒരു കുട്ടി ഓടി വന്നതെന്ന് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, സാറിനെ കണ്ടത് വലിയ ഭാഗ്യമായി, കാരണം സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന വിഷയത്തോട് അപ്പുറമായിട്ട് അവർക്ക് പ്രയോജനമാകുന്ന കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കൊച്ചുകുട്ടികളോട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ, അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കണം എന്നുള്ളതാണ്. സ്കൂളിൽ പോയത് കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കില്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തില്ല. എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദോഷം എന്ന് പറയുന്നത്, കേരളത്തിന് ഒരു 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. എന്താ 1ാം സ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അതിപ്പോഴും കേരളം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിന്റെ നിലവാരം താഴേക്ക് പോയി എന്നുള്ളൊരു വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷിതാക്കൾ മനസ്സിലാക്കണം, കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ തീർച്ചയായിട്ടും കുട്ടി 2ാം ക്ലാസ്സിലേക്ക് എത്തും. അവനൊന്നും പഠിച്ചില്ലെങ്കിൽ. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട്, അവന് റായ് എന്നുള്ള അക്ഷരം എഴുതാൻ പോലും അറിയാൻ പാടില്ലെങ്കിലും കുട്ടി എന്ത് ചെയ്യും, 2ാം ക്ലാസ്സിലേക്ക് എത്തും.
2ാം ക്ലാസ്സിലെ കുട്ടിക്ക് റായി എഴുതാൻ അറിയാൻ പാടില്ല, പായ് എഴുതാൻ പറയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എ എന്നുള്ള അക്ഷരം അറിയാൻ പാടില്ല, ബി എന്നുള്ള അക്ഷരം അറിയാൻ പാടില്ല, ഏറ്റവും എളുപ്പമുള്ള സി ഇട്ടാൻ പോലും അവൻ അറിയത്തില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യും? 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് എത്തും. 3ാം ക്ലാസ്സിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും കുട്ടി 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് എത്തും. 4ൽ ഒന്നും പഠിച്ചില്ലെങ്കിലും 5ാം ക്ലാസ്സിലേക്ക് എത്തും. എന്താ കാരണം? ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ നയമാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ സമയം പോരാ, പക്ഷെ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ബീഹാർ, UP, ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഒരുപാട് സംസ്ഥാനങ്ങൾ 4 ക്ലാസ് പോയത് വാരാണസിയില്ല ക്ലാസ് വന്നേ അല്ലെ? അപ്പോ ഈ UP പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം വളരെ കുറവാണ്. എന്താ കേരളത്തിൽ വിദ്യാഭ്യാസം കൂടുകയും അവിടെ കുറയുന്ന കാരണം വെച്ചാൽ ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് വിവിധ കമ്മീഷനുകളെ വെച്ച് പഠനം നടത്തി കഴിയുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കൂടുതലാണ്. കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ വെച്ച് അവൻ പഠനം നിർത്തി, പഠനം ഉപേക്ഷിച്ച് അവൻ സ്കൂൾ വിട്ട് പോവുകയാണ്, പഠനം തുടരുന്നില്ല. ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിവിധ കമ്മീഷൻ വെച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി. കുട്ടികളെ തോൽപ്പിക്കുന്നതാണ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകാനുള്ള കാരണം എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി. UP, ബീഹാർ, രാജസ്ഥാന്, മധ്യപ്രദേശ്, ഗുജറാത്ത് അങ്ങനെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനുള്ള കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായി അവർ മനസ്സിലാക്കുന്ന കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ 5ാം ക്ലാസ്സിൽ തോൽപ്പിക്കുന്നു. അപ്പൊ അവൻ ചെയ്യും 6ാം ക്ലാസ്സിലേക്ക്, അവൻ 5ാം ക്ലാസ്സിൽ പിന്നെ 2ാം വർഷം പഠിക്കാൻ പോകില്ല. അപ്പൊ അങ്ങനെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ കുട്ടിയെ തോൽപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ സ്കൂളിലെ പഠനം നിർത്തുകയാണ്. അതുകൊണ്ട് തോൽവി എന്നുള്ള പരിപാടി വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. 8ാം ക്ലാസ് വരെ മാത്രമേ തോൽപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിയമം. 8ാം ക്ലാസ് വരെ കുട്ടികളെ എന്ത് ചെയ്യണം? ജയിപ്പിച്ചു കൊടുക്കണം. 9ാം ക്ലാസ്സിൽ വേണമെങ്കിൽ തോൽപ്പിക്കാം. അതും ഒരു 10%, 20%. ഞാനിതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അധ്യാപകനാണ്. ഹെഡ് മാസ്റ്റർ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. പലപ്പോഴും ഞാൻ രാജാക്കാട് സ്കൂളിലൊക്കെ ടീച്ചർമാരോട് പറയും, സാറേ ഇത്ര കുട്ടികൾ നമുക്ക് ഉണ്ട്, അവരെ ഒന്നും പഠനം 10ാം ക്ലാസ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് ഞാൻ പറയും തോൽപ്പിച്ചേക്ക്, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കുറെ കുട്ടികളൊക്കെ തോൽപ്പിച്ചിട്ട് DOയിലേക്ക് ലിസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ DO കൊണ്ട് വിളിക്കും, സാറേ ഇത്രയും കുട്ടികൾ തോറ്റേ, ഇത്ര പഠിക്കാൻ വളരെ മോശം, അതുകൊണ്ട് തോൽപ്പിച്ചാൽ സാറേ അത് പറ്റില്ല, കുറച്ച് കുട്ടികളോട് ജയിപ്പിക്കണം. ഒന്നും അറിയാൻ പാടില്ല, പക്ഷെ എന്നാലും അവിടുന്ന് DO എന്ന് പറയും കുട്ടികളെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ സാറേ എന്ന് പറയും. നമ്മൾ നിർത്തിയില്ലാതെ കുട്ടികളെ ജയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ 9ാം ക്ലാസ്സിൽ മാത്രമേ അതൊരു 10-20% മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ 9, 10ലേക്ക് കടക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഈ പഠിച്ച് കയറി, അപ്പൊ നിങ്ങൾ ധരിക്കരുത് ഇവിടെ ഇരിക്കുന്ന ഗോഡ് ഫാമിലി ചർച്ചിലെ കുട്ടികൾ ഒന്നും പഠിക്കാത്തവരാണ് എന്ന് സാറ് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ നയമാണ്. കുട്ടി ഒന്നും പഠിച്ചില്ലെങ്കിലും അവൻ 2ലേക്കും 3ലേക്കും 5ലേക്കും 6ലേക്കും 7ലേക്കും 8ലേക്കും 9ലേക്കും 10ലേക്കും എത്തും. ഇപ്പോഴെന്താ സംഭവിച്ചത്? ഇപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് ഒരു ബോധോദയം ഉണ്ടായി. നിങ്ങളൊക്കെ പത്രത്തിലും TV-യിലൊക്കെ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടാവും. ഈ വർഷം മുതൽ ഓൾ പാസ് നിർത്തുകയാണ്. കുട്ടികളെ, അർഹതയില്ലാത്ത കുട്ടികളെ തോൽപ്പിക്കണം എന്നൊരു നിയമത്തിലേക്ക് V. ശിവൻകുട്ടി എത്തി. അപ്പൊ പ്രശ്നമായി. അധ്യാപക സംഘടനകൾ എതിർക്കാൻ തുടങ്ങി. ഞാനൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന അധ്യാപക സംഘടനകൾ അത് എതിർക്കാൻ തുടങ്ങി. കുട്ടികളെ അങ്ങനെ തോൽപ്പിക്കാൻ പാടില്ല, കുട്ടികളെ ജയിപ്പിക്കണം. അപ്പൊ ഗുണനിലവാരമില്ലാത്ത കുട്ടിയാണെങ്കിലും ജയിക്കണം എന്നുള്ള നിലപാടിലേക്ക് വന്നു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസ നയം എങ്ങനെയാണെങ്കിലും നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി വീട്ടിൽ വന്നാൽ 1ാം ക്ലാസ്സിലാണോ 2ാം ക്ലാസ്സിലാണോ നോക്കണ്ട, അവൻ അന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മുടെ മാതാപിതാക്കളുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയല്ലേ, അവൻ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കും. അങ്ങനെയാണ് നമ്മുടെ പലപ്പോഴും ചിന്ത, അല്ലേ? ഗ്ലോബിനെ ഉറക്കം വരുന്നുണ്ടോ? അപ്പൊ മോനെത്തറില്ല 2ലേക്ക് അതെ. അതുകൊണ്ട് ഗ്ലൂബിനും നീക്കൊക്കെ വിചാരിക്കുന്ന എന്താ, കൊച്ച് ഇപ്പൊ 2ാം ക്ലാസ്സിലായിരുന്നു, അവനെന്ത് ചെയ്യും? 3ലേക്ക് എത്തുമ്പോൾ പഠിച്ചോളൂ വിചാരിക്കും. 3-ലെത്തുമ്പോൾ നമ്മൾ അവൻ അടുത്ത ദിവസം 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? പഠിച്ചോളൂ. 4ാം ക്ലാസ്സിലെത്തുമ്പോൾ കുഴപ്പമില്ല, കൊച്ചു കുട്ടിയല്ലേ, അവൻ 5ാം ക്ലാസ്സിൽ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പഠിക്കേണ്ട പാഠങ്ങൾ താഴ്ന്ന ക്ലാസ് മുതൽ ചെയ്യണം. പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് എത്തുള്ളൂ.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ചില പോരായ്മകളുണ്ടെങ്കിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ സിലബസിലൊക്കെ ഒരു ഗുണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു തുടർച്ചയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നിൽ പഠിപ്പിക്കുന്നതിന്റെ തുടർച്ചയാണ് രണ്ടിൽ പഠിപ്പിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ തുടർച്ചയാണ് 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ തുടർച്ചയാണ് 7ാം ക്ലാസ്സിൽ. 7ൽ പഠിക്കുന്നതിന്റെ തുടർച്ചയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു കുട്ടി 8ലേക്ക് എത്തി, പക്ഷെ 7ൽ പഠിക്കേണ്ട പാഠങ്ങൾ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ 8ലെ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, മനസ്സിലാകില്ല. നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് ശരിയല്ലോ അല്ലെ? നമ്മളൊക്കെ ഈ സിനിമ കാണുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ പണ്ടെങ്കിൽ അല്ലേ? ഒരു സിനിമ ഇടയ്ക്ക് വെച്ച് കണ്ടാലോ കുഴപ്പമൊന്നും. ഒരു സിനിമ സീരിയൽ കാണുന്നവരുണ്ടല്ലോ നമ്മുടെ കൂടുതൽ അല്ലേ? ഒരു സീരിയല് ഇടയ്ക്ക് വെച്ച് കണ്ടാലോ, ഒരു സിനിമ ഇടയ്ക്ക് വെച്ച് കണ്ടാലോ കുഴപ്പമൊന്നും. ഇതിന്റെ കഥയും കഥാപാത്രമാണെന്ന് മനസ്സിലാവില്ല. ഒരാൾ വരുമ്പോൾ ഇതാരെ ചേച്ചിയാണോ അമ്മായിയമ്മയാണോ അയൽക്കാരിയാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ തുടക്കം മുതൽ കണ്ടാലുള്ള ഗുണം എന്താ? ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയും. അപ്പനാണോ അമ്മയാണോ മകനാണോ മരുമകളാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ 7ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം 7ൽ പഠിച്ചെങ്കിൽ മാത്രമേ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈ പാഠഭാഗം കുട്ടിക്ക് മനസ്സിലാകുകയുള്ളൂ. 4ൽ പഠിക്കേണ്ട കാര്യങ്ങൾ 4ൽ പഠിച്ചെങ്കിൽ മാത്രമേ 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 5 കുട്ടിക്ക് ആ കാര്യം മനസ്സിലാകുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. അയ്യോ, കുട്ടിക്ക് ആദ്യത്തെ ഓണം പരീക്ഷയുടെ അല്ലെങ്കിൽ 1ാം ടൈമിന്റെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ടീച്ചർമാര് കുട്ടികളെ വിളിക്കും. അല്ല, ടീച്ചർമാര് രക്ഷിതാക്കളെ വിളിക്കും. ഇത് കുട്ടി പഠനത്തിൽ വളരെ മോശമാണ്. അയ്യോ, എന്റെ ടീച്ചറെ അവന് 8ാം ക്ലാസ് വരെ നമ്മൾ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. സത്യത്തിൽ 8ാം വരെ നിങ്ങൾ പഠിച്ചിരുന്നോ നിങ്ങൾ നോക്കിയിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു പോകണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്കൂളിലെ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ദിവസം 6 പീരീഡ് അല്ലെങ്കിൽ 7 പീരീഡാണ്. 40 മിനിറ്റ് അടങ്ങുന്നതാണ് ഒരു പീരീഡ് എന്ന് പറയും. 40 മിനിറ്റ് ആണ് ഒരു പീരീഡ്. അങ്ങനെയുള്ള 6 പീരീഡോ 7 പീരീഡോ ആണ് ക്ലാസ് എടുക്കുന്നത്. ഈ 6 പീരീഡും 6 വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലെ? ഒരു പീരീഡ് മലയാളമാണെങ്കിൽ ഒരു പീരീഡ് ഫിസിക്സ് ആവും, ഒരു പീരീഡ് ബയോളജി ആവും, ഒരു പീരീഡ് കെമിസ്ട്രി ആവും, ഒരു പീരീഡ് മാത്തമാറ്റിക്സ് ആണ്, ഒരു പീരീഡ് ഹിന്ദിയാണ്, ഒരു പീരീഡ് ഇംഗ്ലീഷ് ആണ്. ഇങ്ങനെ 6 വിഷയങ്ങൾ ഒരു ദിവസം പഠിപ്പിക്കും. വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയും, എടാ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? പഠിക്കാൻ പറയുമ്പോൾ അവരെ ഏറ്റവും ആദ്യം എടുത്ത് വായിക്കുന്നുണ്ട് മലയാളം വായിക്കും. കാരണം അത് എളുപ്പമാണ്. ഇംഗ്ലീഷ് വായിക്കൂല, കാരണം ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടാണ്. കണക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവൻ കണക്ക് ചെയ്യുക. അവൻ ജീവിതത്തിൽ ഇന്ന് വരെ കണക്ക് ചെയ്തിട്ടില്ല. അവന് 8 വരെയായി 9 വരെയായി ജീവിതത്തിൽ ഇന്ന് വരെ കണക്ക് അവന് 2 അക്കമുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ അറിയത്തില്ല. 2 അക്കമുള്ള ഒരു സംഖ്യകൾ ഒരാൾക്ക് കുറയ്ക്കാൻ പറഞ്ഞാൽ അറിയത്തില്ല. കാരണം എന്താ? താഴ്ന്ന ക്ലാസ്സിൽ ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ടീച്ചർമാർ ഇവിടെ പറയാം, ടീച്ചർ ഇവിടെ തന്നെയല്ല കുട്ടി പഠിച്ചത്, എന്നിട്ട് ഇവന് കണക്ക് കൂട്ടാനും അറിയത്തില്ല കുറയ്ക്കാനും അറിയത്തില്ലല്ലോ. ഇപ്പൊ ടീച്ചർക്കാർ കുഴപ്പം. കുട്ടി വീട്ടിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? കുട്ടി ഇരുന്ന് വായിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് നിന്നെ പഠിപ്പിച്ചത്? ഫിസിക്സ് പഠിപ്പിച്ചോ, കെമിസ്ട്രി പഠിപ്പിച്ചോ, ബയോളജി പഠിപ്പിച്ചോ, മാത്തമാറ്റിക്സ് പഠിപ്പിച്ചോ? അത് പഠിക്കണം. 40 മിനിറ്റ് പഠിപ്പിച്ചത് ഒരുപാട് സമയം പഠിക്കാനില്ല. പക്ഷേ ഞാൻ ചുരുങ്ങിയ സമയത്ത് വേഗം പറഞ്ഞു പോവുകയാണ്. ഞാൻ പറയുന്നത്, ഒരു വിഷയം പഠിക്കാൻ അരമണിക്കൂർ വേണമെന്ന് വിചാരിക്കുക. ബയോളജി പഠിക്കാൻ അരമണിക്കൂർ, ഹിസ്റ്ററി പഠിക്കാൻ ചരിത്രം പഠിക്കാനായിട്ട് അരമണിക്കൂർ, മലയാളം പഠിക്കാൻ അരമണിക്കൂർ, കണക്ക് പഠിക്കാൻ അരമണിക്കൂർ. അങ്ങനെ പഠിക്കുമ്പോൾ 6 പീരീഡ് പഠിപ്പിച്ച വിഷയങ്ങൾ പഠിക്കാൻ 6 വിഷയങ്ങൾ പഠിക്കാൻ അരമണിക്കൂർ വെച്ച് ഒരു വിഷയത്തിൽ എടുത്താൽ എത്ര സമയം വേണ്ടി വരും? കണക്കൂട്ടാൻ അറിയുന്നത് കൂട്ടി പറഞ്ഞു 3 മണിക്കൂർ വേണ്ടി വരും അല്ലേ? ശരിയല്ലേ? മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? കുട്ടിക്ക് പഠിക്കാൻ എത്ര സമയം വേണം? അരമണിക്കൂർ ചെലവാക്കിയാലെങ്കിലും മിനിമം എത്ര മണിക്കൂർ പഠിക്കണം കുട്ടി? 3 മണിക്കൂർ പഠിക്കണം. കാരണം ഒരു ദിവസം സ്കൂളിൽ ആ കുട്ടിയെ 6 പീരീഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 6 പീരീഡ് പഠിപ്പിച്ച 6 വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ അവിടെ ഞാനൊരു തിരുത്ത് പറയുകയാണ്. എന്താണ്? അല്പം പ്രയാസമുള്ള വിഷയങ്ങളുണ്ട്. ഏതൊക്കെയാ? നമ്മുടെ കുട്ടികൾക്ക്, നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇംഗ്ലീഷിന് കൂടുതൽ സമയം വേണ്ടിവരും. അതുപോലെ പൊതുവെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ കണക്ക് പഠിക്കാൻ നമുക്ക് അരമണിക്കൂർ പോരാ, 3/4 മണിക്കൂറോ 1 മണിക്കൂറോ വേണം. അത് വായിച്ചു പഠിക്കാൻ പോരാ, കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം. പഴയ നോട്ടീസ് പേപ്പറിലോ
റഫ് പേപ്പറിലൊക്കെ അത് എഴുതി തന്നെ പഠിക്കണം. കെമിസ്ട്രിയുടെ ഫോർമുല എഴുതി പഠിക്കണം. ഫിസിക്സിന്റെ ഫോർമുല കണക്ക് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറോട് പറയാണ്, ടീച്ചർ അതിന് ഫിസിക്സിന് മാർക്ക് കുറവാണ്, കെമിസ്ട്രിക്ക് മാർക്ക് കുറവാണ്, മാത്തമാറ്റിക്സിന് മാർക്ക് കുറവാണ്, കണക്കിന് മാർക്ക് കുറവാണ്. എന്താ കാരണം? ഇവൻ വീട്ടിൽ വന്നിട്ട് വായിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികൾ വായിക്കുന്നുണ്ട്. അവൻ എന്താ വായിക്കുന്നത്? കുറച്ച് സമയം ഇരുന്ന് മലയാളം വായിക്കും, കുറച്ച് സമയം ഇരുന്ന് ഹിസ്റ്ററി വായിക്കും. പഠനം കഴിയും. കഷ്ടിച്ചാൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങളിത് മനസ്സിലാക്കണം. പഠിക്കാൻ പറയുമ്പോൾ അവൻ കഷ്ടിച്ച് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂർ മാത്രമേ അവൻ പഠിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഡോക്ടർ ആവും? പിന്നെ എങ്ങനെ എഞ്ചിനീയർ ആവും? നമ്മുടെ ആഗ്രഹം അവിടെ കിടപ്പുണ്ടല്ലേ, അത് മറന്നു പോകുന്നത് കേട്ടോ. എന്താ നിങ്ങൾ പറഞ്ഞത്? സർജറി ഡോക്ടർ ആവണം അല്ലേ, കാർഡിയോളജി ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം, എഞ്ചിനീയർ ആവണം. പക്ഷേ നമ്മളൊക്കെ സമയം പഠിക്കുന്നുണ്ട്, എത്ര സമയം പഠിക്കുന്നുണ്ട്? പഠിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചാൽ, മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ കഷ്ടിച്ച് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കര അസ്വസ്ഥയായി പഠനം നോക്കി. എഞ്ചിനീയർ ആവും, ഡോക്ടർ ആവും, പൈലറ്റ് ആവും, തീർച്ചയായും ടീച്ചറാവും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പേരൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം ഞാൻ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ 3rd ക്ലാസ്സിലെ കുട്ടികൾക്ക് അത്ര സമയം പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനത് പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. 8, 9, 10 ക്ലാസ്സുകൾ, ഹൈസ്കൂൾ ക്ലാസ്സുകൾ, +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കുഞ്ഞു കുട്ടികളോട് 3 മണിക്കൂർ പഠിക്കാൻ പറയാനുള്ള ഇതില്ല. അത് ഞാൻ പറയുന്നത് അവർക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര ശ്രദ്ധ കിട്ടുള്ളൂ. അത് മതി, കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. പക്ഷെ ഞാൻ മുതിർന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. 8, 9, 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നിങ്ങൾ എടുക്കുന്ന വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ആദ്യമായി ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങൾ ഏത് ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നു ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൃത്യമായി, അത് മലയാളമായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കണക്കായിക്കോട്ടെ, ഏത് വിഷയവും നമ്മൾ അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ എല്ലാ വിഷയവും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് മെഡിക്കലായിട്ട് പഠിച്ച് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ലാതെ എനിക്ക് കളക്ടറാവണം, IAS കാരനാവണം, IPS കാരനാവണം എന്നും നമ്മൾ ആഗ്രഹിച്ചത് മാത്രം പോരാ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ടാണ്. യാക്കോബിന്റെ ലേഖനം വിശ്വാസത്തോടുകൂടി എന്നോട് വേണം, പ്രവൃത്തിയോടെ വേണം. ഇത് നമുക്കെന്ത് മാത്രമേ ഉള്ളൂ? വിശ്വാസം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യാക്കോബ് പറയുന്നത്, ഞാൻ പറയുന്നതിലേക്കല്ല പറയുന്നത്. യാക്കോബ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ്. നമ്മള് ആഗ്രഹമുണ്ട്, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെന്തില്ല? പ്രാർത്ഥനയുണ്ട്, പ്രവൃത്തിയില്ല. അപ്പൊ നമ്മള് ഈ ആഗ്രഹത്തെ നമ്മുടെ മനസ്സിനുള്ളിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കപ്പെടേണ്ട കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യും. ഞാൻ പലപ്പോഴും പറയാറുള്ള, സ്കൂളുകളിലും പഠിക്കുന്ന രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഇനി ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറയാം. കേരളത്തിന്റെ തലസ്ഥാനം ഏത്? ചോദ്യം ഇതായിരുന്നു. താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദ്യ ചോദ്യം, കേരളത്തിന്റെ തലസ്ഥാനം ഏത്? കുട്ടി ഉത്തരം എഴുതി, എറണാകുളം. എന്നിട്ട് വീട്ടിൽ പോയി ഭയങ്കര പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, എന്റെ ഉത്തരം ശരിയാകണമേ. വല്ല കുഴപ്പമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? കുട്ടിയുടെ പ്രാർത്ഥനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ എന്താ കുട്ടി ഉദ്ദേശിച്ചത്? കുട്ടി എഴുതി വെച്ച എറണാകുളം എന്നുള്ള ഉത്തരം ദൈവം വായിച്ചിട്ട് എന്ത് ചെയ്യണം? ദൈവം അത് തിരുവനന്തപുരം എന്ന് എഴുതി കൊടുക്കണം. കാരണം കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം. അപ്പോ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഉദ്ദേശം എന്താ? ദൈവമേ, ഞാൻ എഴുതിയ ഉത്തരം ശരിയാകണമെന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഉത്തരം എന്താ? ഉത്തരം എറണാകുളം അല്ല, കൊച്ചിയല്ല, പിന്നെ ഏതാ? കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ടോ? ഇല്ല. പിന്നെന്താ ചെയ്യണ്ടേ? അതിനോട് വഴിയോട് പറയണമല്ലോ. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോലെ അതിന് വഴിയോട് പറയണമല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നന്നായി പഠിക്കുക. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും മറവിയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നത്, എനിക്ക് ഭയങ്കര മറവി, പക്ഷെ അവർക്കൊന്നും മറവിയില്ല. അങ്ങനെയല്ല, നിങ്ങൾക്കുള്ളത് പോലെ തന്നെ മറവി ഞങ്ങൾക്കും ഉണ്ട്. ഞാനും ഒക്കെ പഠിച്ചാണോ ഈ നിലയിൽ എത്തിയത്?
മറവി ഒരുപാടുണ്ട്. അപ്പൊ മറവി മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ കൂടുതൽ തവണ എന്ത് ചെയ്യേണ്ടി വരും? വായിക്കേണ്ടി വരും, അല്ലേ? ഞാൻ എളുപ്പത്തിൽ ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ പോകുന്ന വീട്ടിലേക്കുള്ള വഴി, നിങ്ങൾ ബസ് ഇറങ്ങി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി നിങ്ങളെ കണ്ണടച്ച് കെട്ടിയിട്ട് നിങ്ങളെ വിട്ടാലും നിങ്ങൾ വീട്ടിനടുത്തേക്ക്, ശരിയല്ലേ? കണ്ണടച്ച് കെട്ടിയിട്ട് നമ്മളോട്, ഇപ്പൊ എന്നോട് ഞങ്ങൾ താമസിക്കുന്ന പൊന്മുടിയിലാണ്. പൊന്മുടി കൊണ്ട് വിട്ടിട്ട് രാവിലെ അവിടെ കൊണ്ട് വണ്ടി നോക്കിയിട്ട് എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞു, കണ്ണ് കെട്ടി വിടാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകും. കാരണം അതിന്റെ എവിടെ വളവുണ്ട്, എത്രമാത്രം വളവുണ്ട്, തിരിവ് എവിടെയുണ്ടെന്നത് കൃത്യമായിട്ട് എനിക്കറിയാം. കാരണം എന്താ? നമ്മൾ നിരന്തരമായി വർഷങ്ങളായി നടക്കുന്ന വഴിയാണ്. അതിന്റെ എവിടെ വളവുണ്ട്, എവിടെ തിരിവുണ്ട്, എവിടെ കയറ്റമുണ്ട്, എവിടെ ഇറക്കമുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതെങ്ങനെ ഉണ്ടായി? നിരന്തരമായ പരിചയത്തിലൂടെയാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാം, നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് പോയി, പക്ഷെ തിരിച്ചു വരാൻ മടിയല്ലേ, അല്ലേ ഭാസ്കർ? നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്, വണ്ടിയൊക്കെ ഓടിച്ച് പല സ്ഥലത്തേക്കും ഭാസ്കർ നമ്മൾ പലത്തോളം പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയാലും ചെയ്യും. തിരിച്ചു വരുമ്പോൾ ഇതുവഴിയായിരുന്നു നമ്മൾ വന്നത്, ഓർമ്മ നമുക്ക് തെറ്റും. അത് എല്ലാവരുടെയും ഉള്ള കുഴപ്പമാണ്. പക്ഷെ നമ്മൾ ആ വഴിയിൽ കൂടെ ഒരു 4-5 പ്രാവശ്യം യാത്ര ചെയ്താലോ, ഒരു 5-6 പ്രാവശ്യം കൂടെ യാത്ര ചെയ്താലോ. ഞാനിപ്പോ റോബിൻ ഭാസ്കർ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, അന്നാ കോട്ടയം മീറ്റിംഗിന്. ഏകദേശം ഒരു ധാരണ ഇപ്പോൾ എന്റെ മനസ്സിലുള്ളൂ. ഞാനിപ്പോ വണ്ടി ഓടിച്ചത് ഭാസ്കർ വീട്ടിലേക്ക് വരാമെന്നാൽ ചിലപ്പോൾ തെറ്റും. കാരണം എന്താ? റോബിൻ ഭാസ്കർ വീട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം പോയത് കോട്ടയം മീറ്റിംഗിന്. പക്ഷെ ഭൂമിന്റെ വീട്ടിൽ പല പ്രാവശ്യം പോയതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോഴത്തെ വീട് അതറിയാം, വളവീടും അറിയാം. എന്താന്ന് ചോദിച്ചാൽ പല പ്രാവശ്യം പോയത് കൊണ്ട് എനിക്കത് ഓർമ്മയിൽ കിട്ടും. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാര്യം പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് മറവിയാണ് എന്ന് പറഞ്ഞിട്ട് തലക്കിലടിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ചെയ്യണം, കൂടുതൽ തവണ ആവർത്തിച്ച് വായിച്ചാൽ മാത്രമേ അത് നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോയി. ഇപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ വായിക്കണം, പല പ്രാവശ്യം വായിക്കണം. ശനിയും ഞായർ ദിവസങ്ങളിൽ പഠിത്തമില്ലാതെ എന്ത് ചെയ്യണം? ഒരാഴ്ച പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് റിവൈസ് ചെയ്യണം, ഒന്നുകൂടെ ആദ്യം മൂലം പഠിക്കണം. അതായത് മറന്നു പോവാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചില കുട്ടികൾ ഡോക്ടർ ആവണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ സമയം തീരുകയാണ്. അതുകൊണ്ട് പിന്നീട് അവസരം കിട്ടിയാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് എപ്പോഴേക്കൊക്കെ എടുത്ത് പറഞ്ഞുതരാം. അപ്പോ നമുക്ക് ഡോക്ടർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടികളോട് മാത്രം പറഞ്ഞു, മറ്റുള്ളവരോട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാൻ ഉള്ള മാർഗങ്ങൾ പിന്നീട് അവസരം പറയും. ഡോക്ടറാണ് എന്ത് ചെയ്യണം? മോളെ ഇപ്പൊ 9-ലല്ലേ പഠിക്കുന്നത്. 9 പഠിക്കുന്ന മോള് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഏതാണ്ട് മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയാൽ മാത്രമേ സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സയൻസ് ഗ്രൂപ്പ് ഇപ്പം നമുക്ക് +1 +2 3 സ്ട്രീമാണ് നമുക്കുള്ളത് നമ്മുടെ സംസ്ഥാനത്ത്. 1 സയൻസ്, 2 ഹ്യൂമാനിറ്റീസ്, 3 കൊമേഴ്സ്. 3 വിഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതില് ഹ്യൂമാനിറ്റീസ് എടുത്താലോ കൊമേഴ്സ് എടുത്താലോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡോക്ടറാകാൻ പറ്റില്ല എന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഡോക്ടറാകണമെങ്കിൽ എന്ത് ചെയ്യണം? +1 നമ്മൾ ഏതൊരു വിഷയം എടുക്കണം? സയൻസ് എടുത്താലേ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഡോക്ടറുടെ ആദ്യ പടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ +1 സയൻസ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ട മോളെ? ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇന്നത്തേക്ക് TV വാർത്തകൾ, പത്രവാർത്തകൾ, ഇന്നത്തെ പത്രവാർത്തകളൊന്നും എടുത്തു നോക്കി. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലൊക്കെ ഭയങ്കര സമരം നടന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ വാർത്തയിൽ ഏഷ്യാനെറ്റിലും മനോരമയിലും ഒക്കെ പറഞ്ഞൊരു കാര്യം നടന്നത്, ഫുൾ A+ വാങ്ങിച്ച കുട്ടിക്ക് ഒന്നിനും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഫുൾ A+ കിട്ടി, പക്ഷേ ഒന്നിനും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് +1 എന്ത് കിട്ടുകയുള്ളൂ? സയൻസ് കിട്ടുകയുള്ളൂ. അപ്പൊ +1 നമ്മൾ പഠിച്ചു, +1 +2 നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നീറ്റ് പരീക്ഷയൊക്കെ എഴുതി എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കാൻ മാത്രമേ നമുക്ക് സയൻസ് കിട്ടുകയുള്ളൂ. സയൻസിൽ നല്ല മാർക്ക്, സർക്കാർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 50% മാർക്ക് മതി. പക്ഷെ 50% പോയിട്ട് 100% മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് പോലും എൻട്രൻസിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ പ്രാവശ്യത്തെ നീറ്റ് പരീക്ഷയ്ക്ക് ആകെ അവതാളത്തിലാണ്. ഈ ആഴ്ച മിക്കവാറും സുപ്രീം കോടതിയിൽ എത്തി വരും. കാരണം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില ക്രമക്കേടുകൾ നടന്നു.
പൈസ വാങ്ങി ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് നീതി പരീക്ഷ അതാർത്തിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലൊന്നും നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഫുൾ A+ വാങ്ങി +2 പാസ്സായാൽ മാത്രമേ നമുക്ക് പിന്നെ ചെയ്യണം, ഒരു ദേശീയ പ്രവേശന പരീക്ഷയുണ്ട്, നീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നീറ്റ് പരീക്ഷ എഴുതി അതിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടണമെങ്കിൽ നല്ല ഉയർന്ന മാർക്ക് തന്നെ മേടിക്കേണ്ടി വരും. ഉയർന്ന മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അവിടെയും ഉയർന്ന മാർക്ക് വേണം. പക്ഷേ നമ്മൾ ഒരു ടേമിലേക്ക്, ഒരു വർഷത്തേക്ക് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കണം. 5 വർഷം പഠിക്കണമെങ്കിൽ മിനിമം ഒരു 75 ലക്ഷം രൂപ 80 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഗ്രീഷ്മയെ കണ്ടു അല്ലേ? ഗ്രീഷ്മയെ നിങ്ങൾ ആദരിച്ചു, നിങ്ങൾ കുട്ടികളെല്ലാം കണ്ടു. ഞാൻ സമയക്കുറവോട് പറഞ്ഞു പോകാതിരുന്ന മോള് പഠനത്തിൽ തന്നെ മികവ് കാണിച്ചപ്പോൾ ഞാനൊരു കാര്യം മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ്. ഇപ്പൊ മോള് ഇവിടെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ, ഞാൻ മീനെ പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് മോളും പഠിച്ചത്. അവള് 9-10 ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പൊ അവള് ചെറുപ്പം മുതലേ നന്നായി പഠിക്കും എന്നുള്ളത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. നന്നായി പഠിക്കാനുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ബീനോട് പറഞ്ഞു, ബീന റോദൂർ സ്കൂളിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ബീന ഒന്ന് അന്വേഷിക്കണം, പാലായില് ഈ ബ്രില്യന്റ് കോളേജിൽ കോച്ചിങ്ങിന് വിടണം. അപ്പൊ അവിടെ പാലായില് ഹോസ്റ്റലുള്ള സ്കൂളുകളെയാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പാലായിൽ നിന്ന് വെള്ളത്തൂർ സ്കൂളിൽ പഠിപ്പിക്കാമെന്ന് ടീച്ചർ പറഞ്ഞു. ചേർപ്പൂർ സ്കൂളിൽ ഹോസ്റ്റൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്റെ മനസ്സിൽ നേരത്തെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്നതാണ്. നമ്മളൊക്കെ ഈ ഒരു പഴഞ്ചൊൽ പറയാറുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ പറമ്പന്വേഷിച്ച് പോയാൽ കാര്യം നടക്കില്ല. നമ്മൾ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കണം. ഞാനതുകൊണ്ട് മോള് ഗ്രീഷ്മ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇവിടെ പാലായിൽ പഠിക്കാൻ കിടന്നു. +1 അവിടെ പഠിക്കട്ടെ, ഇവിടെ പഠിച്ചാൽ പോലെ അവിടെ പഠിക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ആകുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിനുള്ള അവസരം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാവരും കുടുംബമായി വണ്ടി എടുത്ത് പാലായിക്ക് പോയി. ഞാനും ബീനയും മക്കളും 3 പേരും കൂടി, ഇവർ കൊച്ചു പിള്ളേരാണെങ്കിൽ ഇവരെ കൂടെ കൂട്ടി ഞങ്ങൾ പാലായിൽ പോയി. 2-3 സ്കൂളുകൾ, പാല സെന്റ് മേരീസ്, അതുപോലെ ഹോളി ക്രോസ് എക്സസൈസ് ചേർക്കുന്നത്, അതുപോലെ സെന്റ് ആന്റണീസ് സ്കൂള് മുത്തോലി, ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേർപ്പുങ്കൽ ഹോളി ക്രോസ് എക്സസൈസ് ആണ്. വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള നല്ലൊരു സ്കൂള്. അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടും, മോൾക്ക് ഫുൾ A+ പറഞ്ഞു. അവൾക്ക് ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെയാണ്. കാരണം NCCയുടെ ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ അവൾ നന്നായി പഠിക്കുന്നതുകൊണ്ട് അവൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ 10ൽ ഫുൾ A+ കിട്ടി. അതുകൊണ്ട് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ഗ്രേസ് മാർക്ക് ഇല്ലാതെ കിട്ടിയത്. അപ്പൊ ഞാൻ അവിടുത്തെ ഗവൺമെന്റിൽ പോയി അവിടുത്തെ സിസ്റ്ററിനെ കണ്ട് അവിടെ ഹോസ്റ്റലിൽ നിർത്താനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെ അവളവിടെ +1 +2 അവിടെ പഠിച്ചത്. നമ്മുടെ ഈ ഞാൻ പഠിപ്പിക്കുന്ന മേഖലയിൽ, ഞാൻ പഠിപ്പിക്കുന്ന രാജാഗഡ സ്കൂളിലായിക്കോട്ടെ, NRC സ്കൂളിലായിക്കോട്ടെ, ഒരാൾ ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നാലും എനിക്ക് ഒരു ഉണ്ടായിരുന്നല്ലോ, എന്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരൊറ്റ അധ്യാപകരും അതിനെക്കുറിച്ച് ചിന്തില്ല. പക്ഷെ ഇപ്പോ ഞാൻ പോയതിനു ശേഷം ഈ ഇന്നലെ തന്നെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർ മോളെ കൂടെ പാലായി എന്നെ കൂടെ ചേർക്കുന്നു. ഇപ്പൊ പലരും SSS വരുമ്പോൾ എന്നെ വിളിക്കും, സാറേ മോളെ എവിടെ കൂടെ ചേർത്ത് അതിന്റെ മാർഗം എന്താ ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞു. ഇപ്പൊ എന്നെ ഒരുപാട് അധ്യാപകരെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന സ്കൂളുകളിലൊക്കെ +1 അഡ്മിഷൻ ഉണ്ട്, അവിടെ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടെ +1 +2 ചേർപ്പുകൾ ഹോളി ക്രോസ് എക്സസൈസ് പഠിച്ചു. 98.5% മാർക്കോടെ എല്ലാ വിഷയങ്ങൾക്കും A+ കൂടി മോള് +2 പാസ്സായി. +2 പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ, അപ്പൊ ഞാൻ അവിടെ +2 പഠിക്കുമ്പോൾ തന്നെ അവളോട് പറഞ്ഞു, മോളെ ഇപ്പൊ എൻട്രൻസ് നീ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട, ഇപ്പൊ +2 നല്ല മാർക്ക് കിട്ടണ്ടേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് ബ്രില്യന്റിൽ പോയിട്ട് നീറ്റ് പരീക്ഷ പഠിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ +2 നല്ല മാർക്ക് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൈസ മോളെ നിങ്ങൾ പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ മാത്രമല്ല, ബീനയുടെ കൂടെ എന്റെ എല്ലാ അധ്വാനത്തിലും ബീന എന്റെ കൂട്ടുപങ്കാളിയാണ്. അപ്പൊ ഞങ്ങൾ 1 വർഷം അവിടെ പഠിപ്പിച്ചു. ഞാൻ 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട് അവിടെ പഠിപ്പിച്ചപ്പോൾ. കാരണം അവിടുത്തെ ബ്രില്യന്റ് ഫീസ്, ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ എല്ലാം അവിടെ എൻട്രൻസ് പഠിപ്പിച്ചു. അവൾ നല്ല മാർക്കോടെ നീറ്റ് പരീക്ഷ സ്കോർ ചെയ്തു. കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മെഡിക്കൽ കൗൺസിലിന്റെ റാങ്കിംഗ് അനുസരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് 1ാം റാങ്കിങ്ങിൽ. 2ാമത്തെ സ്ഥാനം തിരുവനന്തപുരം, 3ാം സ്ഥാനം കോട്ടയം, 4ാം സ്ഥാനം ആലപ്പുഴ, 5ാം സ്ഥാനം തൃശ്ശൂർ. ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജിന്റെ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ
സത്യത്തിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായി പഠിക്കാവുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഞാൻ തിരഞ്ഞെടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കാരണം പഠിക്കുമ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് പഠിക്കട്ടെ എന്നുള്ള ചിന്ത ഹൃദയത്തിൽ വന്നുകൊണ്ട് അവളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിട്ടു. ഇന്നലെ അവിടെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിങ്കളാഴ്ച പോയി. ഇന്നലെ കൊണ്ട് 3 ദിവസം ഓറിയന്റേഷൻ കഴിഞ്ഞു. നാളെ മുതൽ അവർക്ക് ഹൗസ് സർജൻസി ആരംഭിക്കാൻ ദൈവങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് ഇപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന 1 മാസത്തേക്ക് ഗൈനക്കോളജി ഞാൻ ഒബ്സ്റ്ററ്റിക്സാണ് എന്ന് പറഞ്ഞാൽ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത് 1 മാസത്തേക്ക്. നിങ്ങൾക്കറിയാം ഒരുപാട് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ പ്രശ്നം തൽക്കാലം അവസാനിപ്പിക്കാൻ ദൈവങ്ങൾ ആവശ്യത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മാർഗങ്ങൾ കൂടിയുണ്ട്. നമ്മൾ കഠിനമായി പ്രയത്നിക്കാതെ പരിശ്രമിക്കാതെ നമുക്ക് ഈ പറഞ്ഞ ഒന്നും എത്താൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, 8 പഠിക്കുന്നവരെ 9 പഠിക്കുന്നവരെ നന്നായി പഠിക്കുക, 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങുക. ഫുൾ എ പ്ലസ് വാങ്ങിച്ചാൽ എന്ത് ചെയ്യണം? നമുക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടും. നമ്മളെ സയൻസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ചെയ്യണം ഫുൾ എ പ്ലസ് വാങ്ങുക. സയൻസിന് അഡ്മിഷൻ കിട്ടി സയൻസ് നന്നായി പഠിച്ച് +2 നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് നീറ്റ് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ. നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ നല്ല കോച്ചിങ് സെന്ററുകളുണ്ട്. പാലായിലും കോട്ടയത്തും എറണാകുളത്തും ഏറ്റവും നല്ല കോച്ചിങ് സെന്റർ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ അഭിപ്രായം നിങ്ങൾക്കെല്ലാം അറിയാം, പാലായിലെ ബ്രില്യൻ കോച്ചിങ് സെന്ററിലാണ് ഏറ്റവും നല്ല കോച്ചിങ്. പിന്നെ എറണാകുളത്ത് ആകാശമുണ്ട്. പക്ഷെ മിടുക്കരായ കുട്ടികളെല്ലാം അവിടെ പഠിക്കുന്നുണ്ട്. പാലായിലാണ് കൂടുതൽ എപ്പോഴും റാങ്ക് വരും. അപ്പൊ അതാണ് മാർഗം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അപ്പം ഒരു വരി പറഞ്ഞു, എഞ്ചിനീയറിംഗ് ഇതുപോലെ തന്നെ കീം എഴുതണം. കേരള അതുവഴിക്കും നമുക്ക് എന്ത് ചെയ്യാം? JEE എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്, ജോയിന്റ് എക്സാം ഫോർ എഞ്ചിനീയറിംഗ്. അപ്പൊ JEE ഒക്കെ എഴുതി കഴിഞ്ഞാൽ NIT-കളിലൊക്കെ IIT-കളിലൊക്കെ പഠിക്കാൻ പറ്റും. നല്ല കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള IIT-കളിലൊക്കെ പഠിക്കണമെങ്കിൽ JEE എഴുതണം, ജോയിന്റ് എക്സാം ഫോർ എഞ്ചിനീയറിംഗ്. അപ്പൊ അത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മൾ പറഞ്ഞ പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ JEE ഒക്കെ പാസ്സായി നല്ല മിടുക്കരായ കുട്ടികൾക്ക് IIT-യിലും NIT-യിലും ഒക്കെ അഡ്മിഷൻ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സമയം ഏതാണ്ട് തീരുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പിന്നീട് ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. എന്താണ്? യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് നല്ല പഠിക്കാനുള്ള ബുദ്ധി തരണമേ, എനിക്ക് നല്ല ഓർമ്മശക്തി തരണമേ, ദൈവസന്നിധി പ്രാർത്ഥിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥാണല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പഠിച്ചിരിക്കുമ്പോൾ മറന്നുപോയി കഴിയുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ ദൈവമേ എനിക്കൊരു പരീക്ഷ കാലത്തുമ്പോൾ ദൈവം നമ്മുടെ മെമ്മറി കൊണ്ടുവരും, ഓർമ്മയും കൊടുത്തരും. അതല്ലാതെ തെറ്റുത്തരം ഒഴിയുമ്പോൾ ദൈവമേ ശരിയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. കേരളത്തിൽ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എറണാകുളം എഴുതിയിട്ട് ദൈവമേ ഉത്തരം ശരിയാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇത് പഠിച്ചു വെച്ചിട്ട് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്നും കർണാടകയുടെ തലസ്ഥാനം ബംഗളൂരു ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. അല്ലാതെ ഉത്തരം എഴുതാതിരുന്നിട്ട് ഉത്തരം തെറ്റിയിട്ടിരുന്നത് ശരിയാണെന്ന് പ്രാർത്ഥിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ ദൈവമേ എനിക്ക് ഓർമ്മശക്തി തരണമേ, പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നല്ല ബുദ്ധി തരണമേ. ശലോമോനെ രാജാവാക്കി കഴിഞ്ഞപ്പോ ശലോമോൻ പ്രാർത്ഥിച്ച കാര്യം എന്താ? ശലോമോൻ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചെന്താ? ഈ ജനത്തെ ഭരിക്കാൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും ബുദ്ധിയും എനിക്ക് തരണമെന്നാണ്. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് പഠിക്കാനുള്ള നല്ല ബുദ്ധി തരണം, പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ കഴിയും. അതുകൊണ്ട്